കേരളത്തിൻ്റെ സ്വന്തം ബാലാമണിയമ്മ VM നായർ, ഇതായിരുന്നു മാധവിക്കുട്ടിയുടെ അച്ഛനമ്മമാർ. അപ്പോൾ ആദ്യം നമുക്ക് അല്പം ബാലാമണിയമ്മയെക്കുറിച്ച് പറയാം. ഏറ്റവും കുലീനമായ വ്യക്തിത്വത്തിനുടമയായിരുന്നു ബാലാമണിയമ്മ. അവരുടെ കുട്ടിക്കാലം തൊട്ട് അങ്ങനെയായിരുന്നു. അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ലാളിത്യമുള്ള ജീവിത രീതി, ലാളിത്യമുള്ള സംഭാഷണം, ലാളിത്യമുള്ള വേഷധാരകൾ അങ്ങനെയായിരുന്നു. എന്നാൽ അവരെ വിവാഹം കഴിച്ചു കൊണ്ടുപോകുന്ന VM നായർ എന്ന് പറയുന്നത് അന്നത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായിരുന്നു. റോൾസ് റോയ്സ് കമ്പനിയുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ബെസ്റ്റ് മോട്ടോർ വെഹിക്കിൾ സെല്ലറിൽ ഒരാളായിരുന്നു. അത്ര പ്രഗത്ഭനായിരുന്നു. ഇഷ്ടംപോലെ പണം കുമിഞ്ഞുകൂടിയ അച്ഛനും വലിയ കുലീനയായ വളരെ നല്ല സ്വഭാവത്തിനുടമയായ വലിയ കവയത്രിയായ ബാലാമണിയമ്മയുടെ മകളായിട്ടാണ് മാധവിക്കുട്ടി ജനിച്ചത്. അപ്പോൾ മാധവിക്കുട്ടിയുടെ ജനനം തൊട്ട് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. മാധവിക്കുട്ടി ജനിച്ചത്, അതായത് ബാലാമണിയമ്മയെ വിവാഹം കഴിച്ചുകൊണ്ട് VM നായർ നേരെ പോയത് അദ്ദേഹം കൊൽക്കട്ടയിലായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. അപ്പോൾ കൊൽക്കട്ടയിലെ ഏറ്റവും വലിയ സമ്പന്നനായിട്ടാണ്. കാരണം പണം ആവശ്യത്തിനുണ്ട്, ആവശ്യത്തിലധികം പണമുണ്ട്. അത്രത്തോളം ആർഭാടമായിട്ട് തന്നെയാണ് ജീവിച്ചത്. അപ്പോഴും നമ്മൾ ബാലാമണിയമ്മ ഒരു ആഭരണം ധരിച്ചിട്ടില്ല, വലിയ വില കൂടിയ വസ്ത്രം ധരിച്ചിട്ടില്ല. എപ്പോഴും ലളിതമായ വസ്ത്രങ്ങൾ, അവരുടെ ശരീരത്തിൽ ഒരു ആഭരണങ്ങളും നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള രണ്ടുപേരും വിരുദ്ധ വ്യക്തിത്വങ്ങളായിരുന്നു ആർഭാടത്തിന്റെ കാര്യത്തിൽ. എന്നാൽ ഒരു ഭാര്യ എന്ന നിലയിൽ ഏറ്റവും സവിശേഷ വ്യക്തിത്വം പുലർത്തിയിരുന്ന ആളായിരുന്നു ബാലാമണിയമ്മ. ഓരോ എഴുത്തിലും ബാലാമണിയമ്മയ്ക്കും VM നായർക്കും 4 മക്കളായിരുന്നു. 4 മക്കളിൽ രണ്ടാമത്തെ പെൺകുട്ടിയായിരുന്നു, രണ്ടാമത്തെ മകളായിരുന്നു മാധവിക്കുട്ടി. മാധവിക്കുട്ടി എന്നുള്ളത് തൂലികാനാമമാണ്. കമല എന്നാണ് പേര്. അതായത് 4 മക്കളാണ് VM നായർ ബാലാമണിയമ്മ ദമ്പതിമാർക്കുള്ളത്. അതിൽ പെൺകുട്ടികളിൽ മൊത്തത്തിൽ രണ്ടാമത്തതുമായിരുന്നു ബാലാമണി. 2 പെൺകുട്ടികളാണ്, കമല നാലപ്പാട്ടും സുവർണ നാലപ്പാട്ടും. അപ്പോൾ അവരുടെ ജീവിതം, അതായത് ഓരോ പ്രാവശ്യവും ഡെലിവറി പ്രസവത്തോട് അനുബന്ധിച്ച സമയത്ത് പുന്നൂർക്കുളത്ത് വരും. ഈ പുന്നൂർക്കുളത്തായിരുന്നു അവരുടെ പ്രസവമെല്ലാം നടന്നിരുന്നത്. തിരിച്ച് ആ കുട്ടിയുടെ നൂലുകെട്ടുമെല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് അവർ കൊൽക്കട്ടയ്ക്ക് പോകും. അങ്ങനെ കൊൽക്കട്ടയും പുന്നൂർക്കുളത്തുമായിട്ട് അവരെങ്ങനെ താമസിച്ചു വരികയായിരുന്നു. ഈ കമലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അവൾ കുട്ടിക്കാലം മുതൽ വളരെ വാശിക്കാരിയായിരുന്നു. മാത്രമല്ല, എപ്പോഴും എല്ലാ കണ്ണുകളും തന്നിലായിരിക്കണം നോക്കുന്നതെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി അവർക്കുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ പരിഗണിക്കപ്പെടുന്ന വ്യക്തിത്വം താനായിരിക്കണമെന്നും കമലയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. സാധാരണ നമുക്ക് നോക്കുന്നത് കുട്ടികൾക്ക് ഇങ്ങനെ അച്ഛനമ്മമാരുടെ ശ്രദ്ധ കിട്ടാൻ ഓരോ കുട്ടികളും ഇങ്ങനെ പ്രത്യേകം ഇങ്ങനെ ഓരോ പോരുകൾ കാണിക്കും. അതായിട്ട് മാത്രമേ അന്ന് VM നായരും ബാലാമണിയമ്മയും ഒക്കെ കണക്കാക്കിയിട്ടുള്ളൂ. ഇതിത്തിരി കൂടുതലായിരുന്നു കമലയ്ക്ക്. അങ്ങനെ VM നായർ കളിയാക്കി മോളെ ഒരു പേര് വിളിക്കുമായിരുന്നു, ആമി എന്ന ബംഗാളി വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഞാൻ എന്നാണ്. കാരണം പിന്നെ അത് കമലയുടെ ചെല്ല പേരായിട്ട് മാറി. എല്ലാവരും കമലയെ ആമി എന്ന് വിളിച്ചു തുടങ്ങി. അച്ഛനിട്ട ആമി എന്നുള്ള പേര് അവളുടെ ചെല്ല പേരായി മാറി. പിന്നെ അച്ഛനും അമ്മയുമൊക്കെ അവളെ വിളിച്ചിരുന്നത് ആമി എന്നാണ് വിളിച്ചത്. എല്ലാവരും, ബന്ധുക്കളും എല്ലാം സ്നേഹത്തോടെ ആമി എന്ന് വിളിച്ചിരുന്നു. ആമി കഥാകാരിയായിരുന്നു. 10 വയസ്സ് തൊട്ട് അവർ കഥകളൊക്കെ എഴുതുമായിരുന്നു, കഥകളും കവിതകളും എഴുതുമായിരുന്നു. മാത്രമല്ല, ഈ നാലപ്പാട്ട് കുടുംബത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ആ കുടുംബത്തിലെ ആരായാലും സാഹിത്യരചനയോ എന്തു നടത്തി കഴിഞ്ഞാലും
കുട്ടികൾക്ക് ഏറ്റവും അധികം പ്രോത്സാഹനം നൽകുന്ന ഒരു സ്വഭാവ സവിശേഷതയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അതുപോലെ തന്നെയാണ് എന്തിന് വലിയ വിപുലമായ ലൈബ്രറി സംവിധാനവും നാലപ്പാട്ട് നാരായണ മേനോൻ ഒരുക്കിയിരുന്നു. ഇഷ്ടംപോലെ പുസ്തകങ്ങൾ, കുട്ടികൾക്ക് ഏതും ഇഷ്ടമുള്ളതെടുത്ത് വായിക്കാം. ആർക്കും വായിക്കുന്നതിൽ ഒരു വിലക്കുമില്ലായിരുന്നത്. ഏത് പുസ്തകങ്ങളാണെങ്കിലും അവിടുത്തെ കുട്ടികൾക്ക് വായിക്കാം. അതെല്ലാം വായിച്ചും കണ്ടും കേട്ടും ആ സാഹിത്യ തറവാടിൻ്റെ വലിയ സാഹിത്യകാരിയായ അമ്മയുടെ ചൂടേറ്റാണ് ആ മകൾ വളർന്നത്. വാശിയും എല്ലാം കൂടുതലായിരുന്നു, എങ്കിലും നല്ല മനസ്സിന് ഉടമയായിരുന്നു. അങ്ങനെയിരിക്കെ 15 വയസ്സായപ്പോൾ തന്നെ ആമി എന്ന കമല വിവാഹിതയാവുകയാണ്. കമലയെ വിവാഹം കഴിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ബന്ധു കൂടിയായ മാധവദാസാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥലവും പുന്നൂർകുളമായിരുന്നു. തൃശ്ശൂർ ജില്ലയിലെ പുന്നൂർകുളമായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥലവും. അവരുടെ വിവാഹം എന്ന് പറയുന്നത് പുന്നൂർകുളം അന്ന് വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ ആർഭാടപൂർണമായിട്ടായിരുന്നു നടന്നത്. കാരണം അന്നും ഇന്നും പുന്നൂർകുളത്ത് അങ്ങനെ ഒരു വിവാഹ ചടങ്ങ് നടന്നിട്ടില്ല. കാരണം ധാരാളം സമ്പത്ത് BM നായരിൽ കുമിഞ്ഞു കൂടിയിട്ടുണ്ടായിരുന്നു. ഈ കമല ജനിച്ചത് തന്നെ വായിൽ സ്വർണ്ണക്കരണ്ടിയുമായിട്ടാണ്. കാരണം ദാരിദ്ര്യമൊന്നുമില്ല, ഇഷ്ടംപോലെ സമ്പത്തുണ്ട്, ആവശ്യത്തിന് ആർഭാടത്തോടുകൂടി ജീവിച്ചു വിടാം. അതുപോലെ തന്നെ വിവാഹവും കെങ്കേമമാക്കണമെന്ന് BM നായരുടെ ഒരു പ്രത്യേകതയുണ്ട്. ഏറ്റവും കൂടുതൽ പണം ചെലവാക്കുന്ന, ആർഭാടം കാണിക്കുന്നത് തന്നെ വെല്ലാൻ ആരും ഉണ്ടായിരിക്കരുത് എന്ന് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. കാരണം പണത്തിന് അദ്ദേഹം BM നായർ ഒരിക്കലും ഒരു പ്രാധാന്യം കൽപ്പിച്ചിരുന്നില്ല. മാധവദാസ് എന്ന് പറയുന്നത് നല്ല സാത്വികനായ മനുഷ്യനായിരുന്നു. അദ്ദേഹം റിസർവ് ബാങ്കിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്നു. ഇവരുടെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ ഭർത്താവിൻ്റെ റിസർവ് ബാങ്ക് ഉദ്യോഗസ്ഥനായതുകൊണ്ട് രാജ്യത്ത് എവിടെയായാലും സേവനം അനുഷ്ഠിക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. അങ്ങനെ ഭർത്താവിൻ്റെ ഓരോ സ്ഥലം മാറ്റത്തിനനുസരിച്ച് കമലയും സ്ഥലം മാറിക്കൊണ്ടിരുന്നു. മാത്രമല്ല, സ്ഥലം മാറ്റം ഉണ്ടായിരുന്ന സമയത്തൊക്കെ തന്നെ സജീവമായ എഴുത്തിൽ കമല മുഴുകി. കമലയുടെ എഴുത്തുകൾ, വർദ്ധിച്ചു വരുന്ന എഴുത്തുകൾ, അന്നറിയാം നാലപ്പാട്ട് കുടുംബത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു കൃതിയോ പൊയമോ അല്ലെങ്കിൽ എന്തെഴുതി കഴിഞ്ഞാലും അത് മലയാള സാഹിത്യ ലോകത്തിന് വലിയ സ്വാധീനം ചെലുത്തുന്നതായിരുന്നു. എത്ര വലിയ മേഘസനികളും നാലപ്പാട്ട് ഒരു കുടുംബാംഗം ഒരു എഴുത്തെഴുതി കഴിഞ്ഞാൽ അത് പ്രസിദ്ധീകരിക്കുവാൻ ക്യൂ നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അത്രത്തോളം പ്രശസ്തമായ സാഹിത്യ കുടുംബമായിരുന്നു നാലപ്പാട്ടയായിരുന്നു. ഈ ഏറ്റവും കൂടുതൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വൈവാഹിക ജീവിതം ഈ കമലയെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമായിരുന്നില്ല. കാരണമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു മാനസിക ഭാവത്തിന് ഉടമയായിരുന്നു കമല. മാധവദാസിനെ വിവാഹം കഴിച്ചപ്പോൾ കമല എന്നുള്ളത് കമലാദാസായി മാറി. പക്ഷേ ഭർത്താവിനോട് അവർ നല്ലൊരു ഭാര്യ, അമ്മയെപ്പോലെ തന്നെ നല്ലൊരു ഭാര്യയായിരുന്നു, ഭാര്യയുടെ കടമകളൊക്കെ നിർവഹിച്ചെങ്കിലും അവരുടെ എഴുത്തുകൾ വലിയ കോലാഹലം സൃഷ്ടിക്കുവാനുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. നമുക്കറിയാലോ, എഴുത്തുകാർ ഒരു കാര്യങ്ങൾ ചെയ്യാറുണ്ട്, പലപ്പോഴും വിവാദങ്ങൾ സൃഷ്ടിക്കാറുണ്ട്. എന്തിനാണ് വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് അറിയാലോ? വിവാദങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ധാരാളം ആൾക്കാർ അത് കാണുകയും അവരുടെ പുസ്തകങ്ങളെല്ലാം ചൂടപ്പം പോലെ വിറ്റഴിയുകയും ചെയ്യും. നമുക്കിടയ്ക്ക് തന്നെ ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ ഒരു കൃതിയാണ് ആടുജീവിതം എന്ന കൃതി. ആ ആടുജീവിതം എന്ന കൃതിയിൽ അതിൻ്റെ മുഖ്യ കഥാപാത്രമായ നൗഷാദിനെ ഒരു മൃഗരീതിയെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു വികലമായ കാര്യം ബെന്യാമൻ അതിൽ എഴുതി ചേർക്കുന്നു. അദ്ദേഹം ഇത് അറിഞ്ഞിട്ട് പോലുമില്ല. അപ്പോൾ എന്തു പറഞ്ഞു, അതൊക്കെ വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കുക, ആ നായകനായ മനുഷ്യന് ഒരുപാട് അപമാനം ഉണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹരീഷിൻ്റെ മീശ എന്ന നോവൽ, അത് വിവാദം സൃഷ്ടിക്കുവാൻ ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തും. അത് വിവാദം സൃഷ്ടിക്കുമ്പോൾ രണ്ട് ഭാഗത്തായി നിന്ന് ആളുകൾ
എന്ത് ചെയ്യും? പരസ്പരം വെല്ലുവിളിക്കും. ഈ വിവാദം സൃഷ്ടിക്കുമ്പോൾ മാധ്യമങ്ങളിൽ എഴുത്തുകാരനോ എഴുത്തുകാരിയോ നിറഞ്ഞു നിൽക്കും. പുസ്തകങ്ങൾ ചൂടപ്പം പോലെ വിറ്റുപോകും. ഇത് തന്നെയായിരുന്നു. വളരെ സവിശേഷമായ മിടുക്കിയായ എഴുത്തുകാരിയാണ് കമലാദാസ് എന്ന് ആർക്കും സംശയമില്ല. അപ്പോൾ കമലാദാസ് മലയാളത്തിൽ മാത്രമാണോ എഴുതിയെന്ന് ചോദിച്ചാൽ അല്ല. കമലാദാസ് എഴുതി തുടങ്ങിയത് തന്നെ ആദ്യത്തെ ഇംഗ്ലീഷിലാണ്. ഇംഗ്ലീഷിൽ കമലാദാസ് എന്ന പേരിലാണ് അവരുടെ കൃതികൾ എഴുതിയത്. മലയാളത്തിൽ അവരുടെ എഴുത്തുകൾ കുറച്ചുകൂടി ലക്കും ലഘാനും ഇല്ലാത്ത എഴുത്തുകളായിരുന്നു. പക്ഷേ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ സാഹിത്യം മോശമൊന്നല്ല, മികച്ച സാഹിത്യ കൃതികളായിരുന്നു. അപ്പോൾ ഈ മികച്ച സാഹിത്യ കൃതികൾ എഴുതുമ്പോഴും വിവാദങ്ങൾ അതിനോടൊപ്പം തുടരുവാൻ അവർ ആഗ്രഹിച്ചു. കാരണം മാധവിക്കുട്ടി ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എല്ലായ്പ്പോഴും മാധ്യമ ശ്രദ്ധകളിൽ, ഇപ്പം എഴുത്തുകാരെല്ലാം എഴുത്തുകാരുടെ ഒരു പ്രശ്നമാണിത്. പല എഴുത്തുകാരും അങ്ങനെയാണ്, എപ്പോഴും വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുക. വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ പത്രത്താളുകളിലും ടെലിവിഷൻ മാധ്യമങ്ങളിലൊക്കെ അവരുടെ ഫോട്ടോകളും പടങ്ങളും ഒക്കെ നിരന്തരം അടിച്ചു വരും. അത് കണ്ട് ആസ്വദിക്കുന്ന ഒരു മനോനില മാധവിക്കുട്ടിക്കുമുണ്ടായിരുന്നു. അപ്പോൾ മാധവിക്കുട്ടിയുടെ എഴുത്തിൽ ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭർത്താവ് മാധവദാസ് തന്നെയാണ്. അവരുടെ പിന്നീട് വന്ന കൃതികളെല്ലാം ചെയ്യുന്നത് എഴുത്തുകാരി ദുർനടത്തി ഉള്ള ഒരു എഴുത്തുകാരിയായ ഭാര്യയും ഒന്നിനും കൊള്ളാത്ത ബലഹീനനായ ഒരു ഭർത്താവും ഇങ്ങനെ തൻ്റെ ജീവിതത്തെ തന്നെ വളരെ വൈകൃതമായി, ഒരിക്കലും പുറത്തു പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ വൈകൃതമായി ചിത്രീകരിച്ച് അത് വീണ്ടും വീണ്ടും വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലപ്പാട്ട് കുടുംബത്തിലോ ഭർത്താവിൻ്റെ കുടുംബത്തിലോ എല്ലാവർക്കും നോക്കി നിൽക്കാനേ സാധിച്ചുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും അതിനെതിരെ ശബ്ദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 10 മടങ്ങായി മാധവിക്കുട്ടി എഴുതും. അതായത് മാധവിക്കുട്ടി അവരുടെ ഈ വിവാദങ്ങളമായ എഴുത്തുകൾ തുടങ്ങിയ കാലഘട്ടത്ത് അവരെ മാധവിക്കുട്ടി എന്ന തൂലികാ നാമം കൂടി കമലാദാസ് സ്വീകരിച്ചു. അപ്പോൾ എഴുത്തുകൾ പിന്നെ മാധവിക്കുട്ടി എന്ന പേരിലായിരുന്നു. പക്ഷെ എഴുത്തുകൾ ലക്കും ലഘാനുമില്ലാത്തതായിരുന്നു. നല്ല ഒന്നാം തരം സർഗസൃഷ്ടികളാണെങ്കിലും ആ സർഗസൃഷ്ടികൾ അവർ വിവാദങ്ങൾ ഉണ്ടാക്കി അതിനകത്ത് കൂട്ടിച്ചേർത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളിക്ക് ഒട്ടും ദഹിക്കാത്ത ഒരു സ്ത്രീ കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നു. അവരുടെ ഭർത്താവ്, അവരുടെ കിടപ്പറ രഹസ്യങ്ങൾ, ഏറ്റവും മോശപ്പെട്ട വൾഗറായ കാര്യങ്ങൾ. ഇത് കണ്ടും കേട്ടും നിൽക്കുവാനല്ലാതെ മാധവദാസിനോ കുടുംബക്കാർക്കോ മറ്റുള്ളവർക്കോ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇങ്ങനെ കാലഘട്ടം വീണ്ടും കടന്നുപോയി. മാധവിക്കുട്ടി ഇങ്ങനെ വീണ്ടും വീണ്ടും കഥകളിലും എപ്പോഴും മാധവിക്കുട്ടി ഇങ്ങനെ നിറഞ്ഞു മാധ്യമങ്ങളിൽ. ഒരു കാലഘട്ടത്തിലെ വിവാദങ്ങൾ കഴിയുമ്പോൾ കൃത്യമായി ഒരു ഇടവേളയ്ക്ക് ശേഷം താനൊന്ന് പുറകിൽ നിൽക്കുന്നു എന്ന് തോന്നുന്ന സമയത്ത് മാധവിക്കുട്ടി വീണ്ടും എന്തെങ്കിലും വിവാദങ്ങൾ തൻ്റെ രചനകളിൽ ഉൾപ്പെടുത്തും. പിന്നെ സാഹിത്യലോകവും പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും അത് ഏറ്റുപിടിച്ചുകൊണ്ട് അതിനെ വീണ്ടും എന്ത് ചെയ്യുന്നു, അതിനെ വിവാദങ്ങളുടെ ഒരു പറുദീസയാക്കി മാറ്റുന്നു. കാരണം എന്ന് പറയുന്നത് അവർ നാലപ്പാട്ട് കുടുംബാംഗമാണ്. അവർ എന്തെഴുതി കഴിഞ്ഞു കഴിഞ്ഞാലും അതിന് ഒരു പ്രത്യേകതയുണ്ട്. മാത്രമല്ല സ്ത്രീകൾ ഇങ്ങനെ ഒരു അശ്ലീല സാഹിത്യങ്ങൾക്ക് എഴുതുമ്പോൾ കപടനായ മലയാളികൾക്ക് ഇത് ഒളിഞ്ഞിരുന്ന് വായിക്കുവാൻ പ്രത്യേക രസം പിടിച്ച ഒരാൾക്കാരാണ് മലയാളികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മലയാളികൾ ഇത് വായിച്ച് ആസ്വദിക്കുകയും വിവാദമുണ്ട് ഈ വിവാദങ്ങളിൽ നിറഞ്ഞിരിക്കുകയും ഇങ്ങനെ ഗോസിപ്പുകൾ നിരന്തരം പരക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ എന്നിട്ടും ഭർത്താവിനോ കുടുംബാംഗങ്ങൾക്കോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വേറൊരു സത്യമാണ്. കാലങ്ങൾ വീണ്ടും വീണ്ടും കടന്നുപോയി. അവരുടെ ഒരു പ്രായം കാലഘട്ടം കഴിയുമ്പോഴും അവരുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത അവർ പ്രായത്തിലോട്ട് മുന്നോട്ട് പോകുമ്പോഴും ഒരു സമയത്ത് പോലും അവർ മാധ്യമങ്ങളിൽ അകന്നു നിൽക്കുവാൻ അവർ ആഗ്രഹിച്ചില്ല. കാരണം മാധ്യമങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം. ആ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കണമെങ്കിൽ സാധാരണ രചനകളിൽ വിവാദങ്ങൾ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണെന്ന് അവർ ചിന്തിച്ചു.
അതിനനുസരിച്ച് അവരുടെ ഓരോ സർഗസൃഷ്ടികളും അതിനനുസരിച്ച് പരുവപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ മാധവിക്കുട്ടി ഇങ്ങനെ നിറഞ്ഞ് സാഹിത്യ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ട, കേരള സാഹിത്യ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ മാധവിക്കുട്ടി അങ്ങനെ പോയി. വേറൊരു കാര്യം പറയാം, മാധവിക്കുട്ടി ഒരു മറുവശമുണ്ട്. നല്ല വ്യക്തിയായിരുന്നു, നല്ല മനസ്സുള്ള ആളായിരുന്നു, എന്തും ദാനം ചെയ്യുവാൻ മടിയില്ലാത്തയാളാണ്. കയ്യിലിരിക്കുന്ന എന്തും, ആര് എന്ത് വിഷമം പറഞ്ഞു കഴിഞ്ഞാലും എന്ത് ഉണ്ടെങ്കിലും അവർ ഊരി കൊടുക്കാൻ അവർക്ക് മടിയില്ലാത്തവരാണ്. അപ്പോൾ ദാനം ചെയ്യാൻ മടിയില്ലാത്തവർ, മറ്റുള്ളവരോട് നല്ല കരുണയും സ്നേഹവും വാത്സല്യവും ഒക്കെ ഉള്ള വ്യക്തിയാണ്. അപ്പോഴും കരുണയും സ്നേഹവും വാത്സല്യവും ഒക്കെ വളരെ പ്രകടമായുള്ള, കാരണം അത് പ്രത്യേകിച്ചും നാലപ്പാട്ട് കുടുംബക്കാരുടെ ഒരു പ്രത്യേകതയാണ്. മറ്റുള്ളവരോട് കാരുണ്യവും വാത്സല്യവും ഒക്കെ ഉള്ളത്, അത് വളരെ കൂടുതലുള്ള വ്യക്തിത്വമായിരുന്നു ഇവരുടെ മാധവിക്കുട്ടിയുടെ. അപ്പോൾ ഇങ്ങനെ തുടർന്ന് കൊണ്ടിരുന്നു. കുറച്ച് കാലഘട്ടം കഴിയുമ്പോൾ ആള് സൗന്ദര്യത്തിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വ്യക്തിയാണ്. കാരണം മറ്റുള്ളവർ തന്നെ നോക്കണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് എപ്പോഴും അഴകായിരിക്കുവാൻ തന്നെ മാധവിക്കുട്ടി ശ്രമിച്ചു. അങ്ങനെ കാലങ്ങളിങ്ങനെ കഴിഞ്ഞുപോയി. വീണ്ടും മാധവിക്കുട്ടിയുടെ രചനകൾ വീണ്ടും വന്നു, വിവാദങ്ങൾ വീണ്ടും വന്നു, അവരുടെ സൗജന്യങ്ങളും അതും ഇതുമെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പം ഇവരുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്, അവരോട് സ്നേഹമായി ഇടപഴകുന്നവരോട് അവർ അതീവ സ്നേഹസമ്പന്നയായിരുന്നു. കുട്ടിക്കാലം മുതൽ അവൾ ഒരു കൃഷ്ണഭക്തിയായിരുന്നു. എപ്പോഴും അവരുടെ കാമുകനായി അവർ കണ്ടത് ശ്രീകൃഷ്ണനെയാണ്. എപ്പോഴും കൃഷ്ണ വിഗ്രഹം കൂടെ കൊണ്ട് നടക്കുമായിരുന്നു, കൃഷ്ണനെ ആയിരുന്നു. എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പം 100 മടങ്ങ് അപ്പുറമായി പ്രതികരിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഒരിക്കൽ ഇവരെഴുതി തുടങ്ങിയ കാലത്ത് പുനത്തിൽ കുഞ്ഞബ്ദുള്ള പ്രിയപ്പെട്ട ആമി എന്ന് പറഞ്ഞ ഒരു ലെറ്റർ, കാരണം ഇവർക്ക് തമ്മിൽ പരിചയം ഉള്ളവരായിരുന്നില്ല, ഒരു കത്തയച്ചു. പക്ഷെ ആ കത്തിന് മറുപടിയായിട്ട് മാധവിക്കുട്ടി പറഞ്ഞത്, നിന്റെ മടിയിലിരുത്തിയാണോ എൻ്റെ പേരിട്ടതെന്ന് പറഞ്ഞ് വളരെ ഹാർഷായിട്ടായിരുന്നു പുനത്തിൽ കുഞ്ഞബ്ദുള്ളയ്ക്ക് ഇവർ കൊടുത്ത മറുപടി കത്ത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഇവരോട് പെരുമാറുന്നത് എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാലും വളരെ വൈകാരികമായി പ്രതികരിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു. അപാരമായ കൃഷ്ണഭക്തിയായിരുന്നു. അവരുടെ എഴുത്തിൻ്റെ ഏറ്റവും വലിയ ഇരയെന്ന് പറയുന്ന ഭർത്താവാണ്. ഭർത്താവിൻ്റെ വൈകല്യങ്ങളും അവരുടെ ജീവിത വൈകല്യങ്ങളെല്ലാം വളരെ മ്ലേച്ഛമായിരുന്നു അവർ ചിത്രീകരിച്ചത്. അതായിരുന്നു ഏറ്റവും കൂടുതൽ വിവാദമുണ്ടാക്കിയിരുന്നത്. കാലഘട്ടം വീണ്ടും മുന്നോട്ട് പോയപ്പോൾ ഒരിക്കൽ അവർ ഒരു പ്രഖ്യാപനം നടത്തി എന്നത്, വാർദ്ധക്യത്തിലോട്ട് പോയപ്പോൾ താൻ അവഗണിക്കപ്പെടുകയാണോ ഒറ്റപ്പെടുകയാണോ എന്നുള്ളൊക്കെ ഒരു ഇതുണ്ടായി. ഈ പ്രഖ്യാപനം എന്ന് പറയുന്നത് മാധവദാസ് മരിച്ചതിനു ശേഷം, തൻ്റെ ഭർത്താവിൻ്റെ മരണ കാലഘട്ടത്തിന് ശേഷമാണ്. ആ പ്രഖ്യാപനം എന്ന് പറയുന്നത് താൻ ഇസ്ലാം മതം സ്വീകരിക്കുകയാണെന്ന് പറഞ്ഞാണ് ഒരു പ്രഖ്യാപനം നടത്തിയത്. കുറച്ചു കാലം മാധവിക്കുട്ടി ഇങ്ങനെ ഡിമ്മായി നിന്നതാണ്. അതായത് മാധ്യമങ്ങളിൽ നിന്നും അകന്ന്, അല്ലെങ്കിൽ മാധ്യമങ്ങൾ അവർക്ക് ഒരുപാട് ചർച്ച ചെയ്ത് മാധ്യമങ്ങൾ തന്നെ മടുത്ത ഒരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഇനി ചർച്ച ചെയ്യണമെങ്കിൽ വലിയ വിഷയം വേണമെന്ന് മാധവിക്കുട്ടിക്കറിയാം. ഇസ്ലാം മതം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് മാധവിക്കുട്ടി ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തി. വലിയ കോലാഹലങ്ങളായിരുന്നു കേരളത്തിൽ ഇമ്പാടും നടന്നത്. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞ് അവർ വീണ്ടും ഒരു പ്രഖ്യാപനം നടത്തി. താൻ ഒരാളിനെ വിവാഹം കഴിക്കുവാൻ വേണ്ടിയാണ് മതം മാറിയെന്ന്. പക്ഷേ സത്യത്തിൽ അങ്ങനെ ആയിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ എല്ലാ ചരിത്രങ്ങളും എടുത്ത് നോക്കുമ്പോൾ അവരൊരു മതം മാറ്റം നടത്തിയത് ഇതിനെന്തെങ്കിലും വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണെന്ന് പറയാൻ സാധ്യതയില്ല. അതിനേക്കാൾ കൂടുതൽ അന്ന് വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കണമെന്ന്, കാരണം താൻ മാധ്യമങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു, ഇനി വിവാദങ്ങളിൽ തനിക്ക്
ഇടമില്ല എന്ന് തോന്നിയപ്പോൾ ഏറ്റവും വലിയൊരു വിവാദമാക്കി ഈ ഒരു വിഷയം മാറ്റി. പക്ഷെ അതോടുകൂടി കേരള സമൂഹം രണ്ടായി നിന്ന് വലിയ കോലാഹലങ്ങൾക്കാണ്, കേരളം അന്ന് വരെ കണ്ടിട്ടില്ലാത്ത കോലാഹലങ്ങൾക്ക്, രണ്ട് സൈഡിൽ നിന്ന് രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ വെല്ലുവിളിക്കുന്നതും എന്ന് പറഞ്ഞാൽ കാരണം ഒരു പ്രണയത്തിലൂടെയാണ് മതം മാറിയത് എന്ന് വരികയും, പക്ഷെ ഒരിക്കലും ചിലപ്പോൾ അങ്ങനെ ആകണമെന്നില്ല. ഇവരുടെ സ്വഭാവം അനുസരിച്ച് അവരൊരു പ്രണയത്തിൽ ആ മതം മാറിയത്, നിങ്ങൾ ആ ഒരു വിവാഹം കഴിക്കുന്നത്, അവർ വിവാഹമൊന്നും കഴിച്ചില്ലല്ലോ. അപ്പോൾ പ്രണയത്തിൽ മതം മാറിയെന്ന് പറയാൻ നമുക്കതിന് വേറെ തെളിവുകളില്ല. പക്ഷേ അതിൽ വിവാദമുണ്ടാക്കുന്നതിൽ കേരളം കണ്ട ഏറ്റവും വലിയ സാഹിത്യ വിവാദവും ഒരു സാഹിത്യകാരി ഉണ്ടാക്കിയ ഏറ്റവും വലിയ വിവാദവുമായി അത് മാറി. അങ്ങനെ കേരള ചരിത്രത്തിൽ മാധവിക്കുട്ടി വീണ്ടും വിവാദങ്ങൾ ഉണ്ടാക്കി രസിച്ചുകൊണ്ടിരുന്നു. പക്ഷേ വലിയ എഴുത്തുകാരിയാണ്. ഒരു കാലത്ത് നൊബേൽ പ്രൈസിന് വരെ പരിഗണിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. കാരണം അവരുടെ എഴുത്തു രീതി എന്ന് പറയുന്ന നാലപ്പാട്ട് കുടുംബത്തിൻ്റെ സർഗശേഷി നല്ല രീതിയിൽ കിട്ടിയിട്ടുള്ള ആ അമ്മയുടെ, സർഗസമ്പന്നയായ അമ്മയുടെ ആ വലിയ ശൈലി കിട്ടിയിട്ടുള്ള വ്യക്തി തന്നെയായിരുന്നു മാധവിക്കുട്ടി. പക്ഷേ വിവാദം അവരെ വിടാതെ പിന്തുടർന്നു. മതം മാറി 2009 മതം മാറിയപ്പോഴും അവർ ശ്രീകൃഷ്ണനെ കൂടെ ഞാൻ കൊണ്ടുപോകുമ്പോൾ ഞാൻ കൃഷ്ണനെ കൊടുക്കുന്നത്, എപ്പോഴും കൃഷ്ണഭക്തിയായിരുന്നു, എപ്പോഴും കൃഷ്ണ വിഗ്രഹം കൂടിക്കൊണ്ടാണ് അവരെപ്പോഴും നടക്കുന്നത്. അങ്ങനെ 2009 മാധവിക്കുട്ടി കമലാസുരയ്യയായി. കമലാദാസ് മാധവിക്കുട്ടി എന്നുള്ള തൂലികാനാമം സ്വീകരിച്ചു. അതിനുശേഷം കമലാസുരയ്യ എന്നുള്ള ഇസ്ലാം മതം സ്വീകരിച്ചു. 99 സ്വീകരിച്ചു. 2009 അവർ ഇഹലോകവാസം വെടിഞ്ഞു. എങ്കിലും ഇന്നും കേരള സമൂഹം നിർത്താതെ മാധവിക്കുട്ടിയെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നു.